ഇനിയും നിങ്ങൾ ആലോചിക്ക്, ശുദ്ധ ഖുർആൻ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞ ഈ ആയത്തുകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഉപോത്ബലകമായ വേറെ ഹദീസുകളുമുണ്ട്. അതായത് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു പറയാണ്, അള്ളാഹുവിന്റെ റസൂൽ ഒരിക്കൽ ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അരികിൽ ഇരിക്കുമ്പോൾ അവിടുന്ന് ചിരിച്ചു. അവരുടെ മുൻനിരയിലെ പല്ലുകൾ വെളിവാകുന്നത് വരെ അവിടുന്ന് ചിരിച്ചു. ആ അവസരത്തിൽ എന്നിട്ട് അവിടുന്ന് ചോദിക്കാണ്, സഹാബിമാരോട് ചോദിക്കാണ്, ആ തദറൂന മിമ്മ അദ്ഹകു, എന്തിനാ ഞാൻ ചിരിച്ചതെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? സഹാബത്ത് പറഞ്ഞു, അറിയില്ല, അള്ളാഹുവിനും അള്ളാന്റെ വഴി കിട്ടുന്ന റസൂലിനും അല്ലേ അറിയുള്ളൂ. അപ്പൊ കാല നബിതങ്ങൾ എന്തുകൊണ്ടാ പ്രവാചകന് ചിരി വന്നത്? അവിടുന്ന് പറഞ്ഞു തരികയാണ്, മിൻ മുജാദലത്തിൽ അബ്ദി റബ്ബഹു യൗമൽ ഖിയാമ, ഒരടിമ തന്റെ റബ്ബിനോട് നാളെ പരലോകത്ത് ചില തർക്കവാദങ്ങളൊക്കെ ഉന്നയിക്കും, ചില തർക്കങ്ങളൊക്കെ അള്ളാഹിനോട് തർക്കിക്കാൻ നോക്കും നാളെ പരലോകത്ത് വെച്ച്. എന്താണ് അവൻ ചോദിക്കുക? യാ റബ്ബി, പരലോകത്ത് വെച്ച് അടിമ അള്ളാഹിനോട് ചോദിക്കും, അലം തുജിർനി മിനൽ ളുൽമി, അക്രമിക്കുകയില്ല, അനീതി കാണിക്കുകയില്ല എന്നൊക്കെ നീ എന്നോട് വാക്ക് തന്നതല്ലേ അള്ളാഹുവേ? അക്രമം ഉണ്ടാവുകയില്ല, അതിൽ നിന്ന് രക്ഷയുണ്ട് എന്ന് നീ പഠിപ്പിച്ചതല്ലേ? അപ്പൊ അള്ളാഹ് പറയും, അതെ, അങ്ങനെ തന്നെയാണ്, ഞാൻ ആരെയും ആക്രമിക്കൂല, അവര് തരിമ്പും അനീതിയും കാണിക്കൂല. അപ്പോൾ ഈ മനുഷ്യൻ പറയും, ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും, ഏത് വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ എന്നിൽ നിന്ന് സംഭവിച്ചിട്ടുണ്ടെങ്കിലും, ലാ ഉജീസു അലയ്യ ഷാഹിദൻ ഇല്ലാ മിൻ നഫ്സി, എന്നിൽ നിന്നുള്ള ഒരു സാക്ഷിയെ അല്ലാതെ ഞാൻ സ്വീകരിക്കൂല. ആര് പറഞ്ഞിട്ടും റബ്ബേ ഞാൻ സ്വീകരിക്കൂല. ഞാൻ തെറ്റ് ചെയ്തോ, എന്നിൽ നിന്ന് എനിക്ക് സാക്ഷിയായിട്ട് ഉണ്ടെങ്കിലല്ലാതെ ഞാനത് സ്വീകരിക്കൂല. വേറെ ആരുടെ സാക്ഷിത്വവും റബ്ബെ ഞാൻ സ്വീകരിക്കൂല. അത് അനീതിയാ. മറ്റുള്ളവരൊക്കെ പറയുമ്പോൾ അത് അനീതിയാവും. മറിച്ച് ഞാൻ തന്നെ പറയുകയാണെങ്കിൽ അത് സത്യമായിരിക്കും. അപ്പൊ അല്ലാഹു തആല പറയാണ്, കഫാ ബിനഫ്സിക്കൽ യൗമ അലൈക ഷഹീദാ, എങ്കിൽ ഇന്നത്തെ ദിവസം നിന്റെ മേൽ സാക്ഷി പറയാൻ നിന്റെ ബോഡി തന്നെ മതി. നീ പറഞ്ഞതെന്താ? നിനക്കെതിരെ സാക്ഷി പറയുന്നത് നീ സ്വീകരിക്കണമെങ്കിൽ നീ തന്നെ പറയണമെന്നല്ലേ? നിന്നിൽ നിന്നുള്ള സാക്ഷി വേണമെന്നല്ലേ നിന്റെ ആവശ്യം? എങ്കിൽ ഇതാ മനസ്സിലാക്കിക്കോ, ഇതാ നിനക്ക് വേണ്ടി അല്ലെങ്കിൽ നിനക്കെതിരെ നിന്റെ ശരീരം തന്നെ സംസാരിക്കുന്നു, സാക്ഷി പറയുന്നു. വബിൽ കിറാമി അലൈക ശുഹൂദാ, മാന്യന്മാരായ മലക്കുകളും അതാ സാക്ഷിയായിട്ട് വരുന്നുണ്ട്. അങ്ങനെ ഇയാൾ തർക്കിക്കാൻ നോക്കുമ്പോ ഫയുഖ്തമു അലാ ഫീ, അയാളുടെ വായക്കങ്ങ് സീല് വെക്കപ്പെടും. അതാ സൂറത്ത് യാസീനിൽ അല്ലാഹ് പറഞ്ഞത്, അൽ യൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുനാ ഐദീഹിം വതശ്ഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ. അൽ യൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം, അവരുടെ വായകൾക്ക് നാം മുദ്ര വെക്കുന്ന ദിവസം. വായക്ക് സീല് വെക്കുകയാണ്. വതുകല്ലിമുനാ ഐദീഹിം, പിന്നീട് നമ്മോട് സംസാരിക്കുന്നത് ആരാണ്? അവരുടെ കൈകൾ നമ്മോട് സംസാരിക്കുന്നതാണ്. ആ കൈകൾ സംസാരിക്കുന്ന സംസാരത്തിന് വിറ്റ്നസ്സായി കൊണ്ട് സാക്ഷി പറയുന്നത് ആരാണ്? വതശ്ഹദു അർജുലുഹും, അവരുടെ കാലുകളാണ് സാക്ഷി നിൽക്കുന്നത്. ബിമാ കാനൂ യക്സിബൂൻ, അവർ ചെയ്തിട്ടുള്ള, അവർ സമ്പാദിച്ചിട്ടുള്ള അവരുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് അതാ അവിടെ കൈ സംസാരിക്കുമ്പോ കാല് സാക്ഷി പറയുന്നു. സൂറത്ത് യാസീൻ അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി പറഞ്ഞതാണല്ലോ. ഇവിടെ പറയുന്നത് നോക്കൂ, ഈ ഹദീസിൽ വായക്കങ്ങ് സീലി വെക്കപ്പെട്ടിട്ട് വയുഖാലു ലി അർക്കാനിഹി, മനുഷ്യന്റെ ബോഡിയിലുള്ള അവയവങ്ങളോടങ്ങ് പറയപ്പെടും, ഇന്തിഖീ, സംസാരിച്ചോ എന്ന മനുഷ്യന്റെ അർക്കാനുകളോട്, അവയവങ്ങളോട് പറയപ്പെടുമ്പോ ഫതൻതിഖു ബിഅമലിഹി, മനുഷ്യൻ ചെയ്ത ഓരോ അമലുകളും അതാ മണിമണിയായി അവന്റെ അവയവങ്ങൾ അങ്ങ് വിളിച്ച് സംസാരിക്കുന്നു. കുറെ ഇതൊക്കെ അവൻ കേട്ടുകഴിഞ്ഞ് സുമ്മ യുഖല്ലാ ബൈനഹു വബൈനൽ കലാമി, പിന്നീടതാ അല്ലാഹു തആല അവന്റെ വായയുടെ സീലങ്ങ് എടുത്ത് മാറ്റുകയാണ്. ഈ സാക്ഷി പറയലും വർത്താനങ്ങളും ഒക്കെ കഴിഞ്ഞപ്പോ അവന് കാര്യമങ്ങ് ബോധ്യമായി. കാര്യം ഇനി അവന് നിഷേധിക്കാൻ കഴിയാതെയായി.
കാരണം സ്വന്തം കയ്യാ സംസാരിച്ചത്, കാലാണ് സംസാരിച്ചത്, തൊലിയാണ് സംസാരിച്ചത്, പല ഭാഗങ്ങളുമാണ് സംസാരിച്ചത്. പിന്നീട് അവന് സംസാരിക്കാനുള്ള ശേഷി അങ്ങ് തിരിച്ചു കിട്ടിയാൽ ഫയഖൂലു, അപ്പോൾ ഉടനെ അവൻ എന്താണ് പറയുക? ബുഅദൻ ലകുന്ന വസുഹഖാ ഫഅൻകുന്ന കുൻതു ഉനാളിൽ. ഈ മനുഷ്യൻ സംസാരിക്കാനുള്ള ശേഷിയാണ് തിരിച്ചു കിട്ടിയ ഉടനെ പിന്നെ പറയുന്നത് എന്താ അറിയോ? അവയവങ്ങളെ നോക്കിയിട്ട് പറയും, ബുഅദൻ ലകുന്ന വസുഹഖൻ, നിങ്ങൾക്ക് നാശമടാ, നിങ്ങൾക്ക് നാശം, നിങ്ങൾക്ക് നാശം എന്നിങ്ങനെ അവനവന്റെ അവയവങ്ങളോട് മനുഷ്യൻ സംസാരിക്കും. എന്നിട്ട് അവൻ ചോദിക്കാണ്, ഫഅൻകുന്ന കുൻതു ഉനാളിലു, നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാനും നിങ്ങളെ പ്രതിരോധിക്കാനുമായിരുന്നോ ഇതുവരെ ഞാൻ തർക്കിച്ചതൊക്കെ? നിങ്ങൾക്ക് വേണ്ടിയായിരുന്നോ, നിങ്ങളെ രക്ഷപ്പെടുത്താനായിരുന്നുവോ ഇതുവരെയും ഞാൻ തർക്കിച്ചത്? ആ നിങ്ങളല്ലേ ഇപ്പൊ എനിക്കെതിരെ സാക്ഷി പറയുന്നത്, അതുകൊണ്ട് നിങ്ങൾക്ക് നാശം, നിങ്ങൾക്ക് ദൂരത്താക്കപ്പെടട്ടെ, നിങ്ങൾക്ക് ഒരനുഗ്രഹവും ലഭിക്കപ്പെടാതിരിക്കട്ടെ എന്നിങ്ങനെ മനുഷ്യൻ അവിടുന്ന് പറയും. സ്വന്തം കയ്യിനെയും കാലിനെയും ആട്ടിപ്പായിക്കാൻ നോക്കും എന്ന് പറയാണ്. തൻ്റേതല്ലാത്ത സാക്ഷിയെ സ്വീകരിക്കൂല എന്ന് പറഞ്ഞ മനുഷ്യൻ ഇപ്പൊ അവസാനം അവന് ബോധ്യമായി ഇനി ഇത് സ്വീകരിക്കല്ലാതെ നിവൃത്തില്ല എന്ന് വന്നപ്പോ പരലോകത്ത് വെച്ചവൻ പറയുന്ന സംസാരമാണിത്, അവന്റെ അവയവങ്ങളെ നോക്കിയിട്ട്, ബോഡിയെ നോക്കിയിട്ട് എന്ന് പറയുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ട്, അത് പറഞ്ഞിട്ടാ അള്ളാന്റെ റസൂല് പറയുന്നത്, ഇതാ ഞാൻ ചിരിക്കാൻ കാരണം. ഇതുവരെ പ്രൊട്ടക്ട് ചെയ്ത് സംസാരിച്ച ബോഡി അവനക്കെതിരെയാണ് പറഞ്ഞപ്പോ ആ ബോഡിക്കെതിരെ മനുഷ്യൻ നാളെ പരലോകത്ത് റബ്ബിന്റെ കോടതിയിലാണ് അവൻ തന്നെ അങ്ങ് പറയുന്ന ഒരു രംഗം വരാനുണ്ട്. സഹോദരങ്ങളെ, അപ്പൊ നോക്കൂ നിങ്ങൾ, മനുഷ്യന്റെ ഓരോ പ്രവർത്തനങ്ങളെയും അവിടെ വിളിച്ചു പറയാൻ വേറെ ആരും വേണ്ടതില്ല. എല്ലാരും സാക്ഷികളൊക്കെ വേറെ വരുന്നുണ്ട്. എല്ലാ സാക്ഷികളും വന്നാലും മനുഷ്യൻ അവസാനം പിടിച്ചു നിൽക്കുക ദുമ്മലാണ്. ഞാൻ എനിക്കെതിരെ സാക്ഷിയായിട്ട് ആര് പറയുന്നതും അംഗീകരിക്കൂല, എനിക്കെതിരെ ഞാൻ പറയുന്ന സാക്ഷിയാണെങ്കിലേ ഞാൻ അംഗീകരിക്കൂ എന്ന് പറയുമ്പോഴാണ് ഇതൊക്കെ സംഭവിക്കുന്നത്.